ജന്മാദ്യസ്യേതൊന്യാദിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേയം ക്യന്തിയത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ബ്രഹ്മനാരദ സംവാദം. ബ്രഹ്മാവ് നാരദന് സൃഷ്ടിയാദി വ്യാപാരങ്ങളുടെ ഒരു ചുരുക്ക വിവരം, ഭാഗവതത്തിൻ്റെ ചുരുക്കം എന്ന് പറയാം, പറഞ്ഞു കൊടുക്കുകയാണ്. അത് എപ്രകാരം മനുഷ്യന് ഭഗവാനിൽ ഭക്തി ഉണ്ടാകുമോ അതുപോലെ പറയുക. അതിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ, ഭക്തി ഉണ്ടാവാൻ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെയൊക്കെ ചേർത്തിട്ടും മേൻപൊടി ചേർത്ത് എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെയൊക്കെ പറഞ്ഞുകൊള്ളാനാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ഭക്തി ഉണ്ടാവണ വിധം പറയുക എന്നതിന് പ്രാധാന്യമുണ്ട്. അടുത്തതായിട്ട് കൂടുതൽ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങളാണ് 8ാമത്തെ അധ്യായത്തിൽ. രാജോവാച ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ അഗുണസ്യജായസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. അച്ഛനെ വിളിക്കുകയാണ് ബ്രഹ്മൻ. ദേവദർശന നാരദ. ദേവദർശനനായിരിക്കുന്ന നാരദൻ, ഭക്തനായ ജ്ഞാനിയായ എന്നൊക്കെ അർത്ഥം ദേവദർശനൻ എന്നുള്ളതിന്. അഗുണസ്യ ഗുണാഖ്യാനേ, ഗുണാതീതൻ്റെ ഗുണം പറയുന്നതിൽ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഗുണാതീതനാണ് ഭഗവാൻ, ഗുണങ്ങളുടെ ആ ഒരു പരിധിയിൽ നിൽക്കുന്ന ആളല്ല. അഗുണനാണ്. സാത്വിക രാജസ താമസ ഭാവങ്ങളില്ല, ആണ് അഗുണൻ. അങ്ങനത്തെ ആൾക്ക് എങ്ങനെ ഗുണങ്ങൾ വർണ്ണിക്കാനായിട്ടുണ്ടാവുക? സ്വരൂപമെടുത്ത് സത്യത്തിലില്ലാത്തതായിട്ടുള്ള മായയെ സ്വീകരിച്ചിട്ട് ഗുണങ്ങളിൽ കടന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നുള്ള പ്രതീതി നമുക്ക് ജനിപ്പിക്കണമെന്നേ ഉള്ളൂ. ഭഗവാന് ഗുണം ബാധകമല്ല, പക്ഷേ ഗുണൻ നിർഗുണനല്ലാത്ത വിധം നമുക്ക് തോന്നിക്കുന്നു മായയെ സ്വീകരിച്ചിട്ട്. യസ്മൈ ഏതൊരുവനായിക്കൊണ്ട് യഥാപ്രാഹ ഏത് വിധം പറഞ്ഞുവോ, യാതൊരുവനായിക്കൊണ്ട് എന്തെല്ലാം പറഞ്ഞുവോ, ഏതത് വേദിതും ഇച്ഛാമി തത്വം തത്വവിധാമര എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അതിലാണ് ആശയം മുഴുവനുണ്ട്. ഏതൊക്കെ അഗുണൻ്റെ ഗുണങ്ങളെ മകന് പറഞ്ഞു കൊടുത്തുവോ, ഗുണമില്ലാത്ത ഭഗവാന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയത്? രസകരമായ ഒരവസ്ഥയാണ്. ഗുണമില്ലാത്ത ഭഗവാന്റെ ഗുണങ്ങൾ പറയാൻ കിട്ടുമോ നമുക്ക്? എന്താ പറയുക, അത് ഗുണത്തെ സ്വീകരിച്ച സഗുണൻ എന്ന ഭാവേന ലീലാവിലാസങ്ങൾ അനുഷ്ഠിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഭഗവാന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ്, എന്തെല്ലാം ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു എന്ന്. ഏതത് വേദിതും ഇച്ഛാമി തത്വം തത്വവിധാമര. എല്ലാം അറിയുന്നവനെ ഏതത് വേദിതും ഇച്ഛാമി, അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരീക്ഷിത്ത് ചോദിക്കുകയാണ്. രാജാവാണ് ചോദിക്കുന്നത്. ഹരേ അത്ഭുതവീരസ്യ കഥാ ലോകസുമംഗള. അത്ഭുതവീരസ്യ ഹരേഹേ കഥാഹ. ആ കഥയുടെ പ്രത്യേകതയാണ് എന്ത്? അത്ഭുതവീരനായിരിക്കുന്ന ഭഗവാന്റെ കൽപ്പുത. എവിടെ തൊട്ടാൽ അത്ഭുതമുള്ളൂ. അത്ഭുതം ബാലകം അമ്പുലക്ഷണം. അവതാരം മുതലൊക്കെ മുഴുവൻ അത്ഭുതമാണ്. ഹരേരത്ഭുതകർമ്മണ ഒരുപാട് ദിക്കിൽ പറയുന്നുണ്ട്. കൽപ്പുതമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. 3-ാം ദിവസം ഭൂതനെ കൊല്ലുക, ശകടാസുരനെ വധിക്കുക ഒക്കെ കുട്ടിയാണേ. ഇത്ര വലിയൊരു പിശാചിനെ വധിക്കാൻ പറ്റും? ഈ മാതിരിയുള്ള കാര്യങ്ങൾ. ഹരേരത്ഭുതവീരസ്യ. അപ്പോൾ ആ കഥയുടെ പ്രത്യേകത ലോകസുമംഗള. കേട്ടാൽ തന്നെ മംഗളം ഉണ്ടാവും. ആ വേറൊരു പ്രത്യേകത. അത്ഭുതവീരസ്യ ലോകസുമംഗള കഥാഹ. അത്ഭുതവീരനായിരിക്കുന്നവനും ലോകത്തിന് മംഗളത്തെ
ചെയ്യുന്നതും ആയ ആ കഥകൾ എന്തൊക്കെയാണ് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തത്? ചോദ്യമാണ്. പിന്നെയും ചോദ്യം തന്നെയാണ്. കഥയസ് മഹാഭാഗായതാഹമഖിലാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനത്യക്ഷേ കളയവരം. ഹേ മഹാഭാഗ സുഖമഹർഷേ, അഹം ഞാൻ പരീക്ഷിത്ത് യഥാ അഖിലാത്മനി കൃഷ്ണേ നിസ്സംഗം മനഃ നിവേശ്യ കളയവരം തെക്ഷേ. എങ്ങനെയൊക്കെ പറയണം? പറയേണ്ട വിധം അഖിലാത്മാവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സങ്ങട് ഉറയ്ക്കുക. വേറെ എവിടേക്കും ഇങ്ങനെ മനസ്സ് പോകാൻ പാടില്ല. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ പറയണം. മനസ്ത്യക്ഷേ കളയവരം, നിസ്സംഗം മന നിവേശ്യ തെക്ഷേ കളയവരം. നിസ്സംഗമായിട്ട് മനസ്സ് വെച്ച് ശരീരം വെടിയണം. എനിക്കിതിലൊറ്റ ഉദ്ദേശമേ ശരീരം വെടിയുക. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല, വെടിയ മാത്രമേ ഉള്ളൂ. എന്നൊക്കെ 7-ാം ദിവസം ശരീരം വെടിയണം. ഒരേ ഒരു ഉദ്ദേശം. അദ്ദേഹത്തിന് 7-ാം ദിവസമാണ്, നമുക്ക് എത്രാം ദിവസം ശല്യ 7 ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പാണ് ശരീരം വെടിയണം എന്ന്, അല്ലേ? അപ്പോൾ അതിനു മുമ്പ് എന്ത് വേണം? കൃഷ്ണേ നിസ്സംഗം മനസ്തേക്ഷേ. നിസ്സംഗമായിട്ട് മനസ്സ് കൃഷ്ണനിൽ നിർത്തുക. അതിനായാൽ നമ്മുടെ ജീവിത ലക്ഷ്യമായി. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, അത്രയും ഉണ്ടെങ്കാവാം, ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലാണ്ട് അതൊന്നും ഓർപ്പിക്കണ്ട. മനത്യക്ഷേ കളയവരം. നിസ്സംഗമായിട്ടുള്ള ഭാവേന മനസ്സ് കൃഷ്ണനിൽ വെച്ച ശരീരം വെടിയാറായാൽ അവന് ഈ ജന്മം കൊണ്ട് നേടേണ്ടത് നേടിയെന്ന് പറയാം. എനിക്ക് ആ രീതിയിൽ പറയണം. മനസ്സ് ഭഗവാനിൽ തന്നെ വരത്തക്ക വിധം പറയണം. ശൃണ്വതശ്രദ്ധയാ നിത്യം ഗണതശ്ച സ്വചേഷ്ടിതം കാലേന നാതിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി. സ്വചേഷ്ടിതം, തൻ്റെ വ്യാപാരത്തെ ശ്രദ്ധയോടുകൂടെ നിത്യം എപ്പോഴും ശൃണ്വത, കേൾക്കുന്നവൻ്റെയും ശൃണ്വത ഉച്ചരിക്കുന്നവൻ്റെയും, ഗൃണത എന്ന് പറഞ്ഞാൽ പറയുക, ഉച്ചരിക്കുക, ഗൃണത. ശൃണ്വത എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശൃണ്വത ഗൃണത. ഏതൊരാൾ പറയുന്നു, ഏതൊരാൾ കേൾക്കുന്നു, അവൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ എന്തുണ്ടാവണു? അതിദീർഘേണ, ദീർഘകാലമില്ലാതെ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, കാലേന ഭഗവാൻ വിശദേ, അധികം താമസിക്കാതെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, എളുപ്പത്തിൽ സാധിക്കണ കാര്യമല്ല. അനവധി തപസ്, അനവധി ഉപാസന, അനവധി ധ്യാനം ഇതൊക്കെ ചെയ്തിട്ട് വേണം ഈശ്വരനെ മനസ്സിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഈശ്വര കഥ കേൾക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം ബുദ്ധിമുട്ടാതെ എത്തുന്നു. ശൃണ്വത കേൾക്കുന്ന, ശ്രദ്ധയാ നിത്യം ഗുണത പറയുന്ന, കേൾക്കുക പറയുക ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഒരേ ഫലം ഉണ്ടാവുക. ശൃണ്വത ശ്രദ്ധയാ നിത്യം, നിത്യം മീൻസ് എപ്പോഴും, എല്ലായ്പ്പോഴും, എന്നും എന്നല്ല, എല്ലാ ദിവസവും സദാ എന്നർത്ഥമുണ്ട് അത്രേ നിത്യം എന്നുള്ളതിന്. എല്ലായ്പ്പോഴും ശൃണ്വത കേൾക്കുന്നവൻ്റെയും ഗൃണത പറയുന്നവൻ്റെയും ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നു. അതാണ് ഈ കൃഷ്ണകഥകളുടെ പ്രത്യേകത. ഭഗവാൻ ഉള്ളിൽ വരികയാണ്. എവിടെ കൃഷ്ണകഥ ഉണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടാവുന്നതാണ്. കൃഷ്ണകഥാ സദസ്സുകൾക്ക് ഇത്ര മാഹാത്മ്യം കൽപ്പിക്കുന്നത് അതാണ്. എന്തിന് കാശി, എന്തിന് ഗയ, എന്തിന് ഹിമാലയ, എന്തിന് അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഈശ്വര കഥ എവിടെ പറയുന്നു അവിടെ എത്തിയാൽ സാധിക്കുമോ, അവിടെ കുറച്ച് നേരം നിൽക്കാൻ കഴിയുമോ, മനസ്സിനെ നിർത്താൻ കഴിയുമോ, ഓട്ടം അവസാനിപ്പിക്കാം. ഇതിന് കഴിയണില്ലേ, ഓടിയിട്ട് കാര്യമില്ല, യാതൊരു കാര്യമില്ല. വേസ്റ്റ്
വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് ടൈം, പിന്നെ ആരോഗ്യം. യാത്രയ്ക്ക് ആരോഗ്യം കേടുവരും, ഒക്കെ വെറുതെയാണ്. നോ, ഒരു ആവശ്യമില്ല. ഭാഗവതം വ്യക്തമാക്കിയിട്ട് പറയണു, ഷണ്വത ഗണത ഹൃദി നാതിദീർഘേണ. വളരെ വേഗം ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളിൽ പ്രകാശിക്കുന്നു. അതിനാണ് വയ്ക്കേണ്ടത്. അതിന് വയ്യാണ്ട് ഈ ഓട്ടം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെയോ പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാംഭാവസരോരുകം തിനോദിശമലം കൃഷ്ണ സരിലസ്യേധാശരത്. തൻ്റെ സ്വജനങ്ങളുടെ ഭാവസരോരുഹം, ഹൃദയകമലത്തെ, സരോരുഹം താമര, ഭാവസരോരുഹം ഹൃദയകമലം എന്നുള്ള ഉദ്ദേശം. കർണരന്ധ്രേണ, കർണദ്വാരത്തിൽ കൂടെ പ്രവേശിച്ച കൃഷ്ണൻ. ഏത് കൃഷ്ണൻ വരണത്? കൃഷ്ണൻ വരാനുള്ള പ്രവേശന കവാടം ഏതാണ്? ചെവി അത്രേ. ഏത് ചെവിയിൽ കൂടെ കഥകൾ കേട്ടിട്ടുണ്ടോ അതാണ് ഭഗവാന്റെ വരുന്ന കവാടം, ആഗമന കവാടം എന്ന് പറയാം. അങ്ങനത്തെ ചെവികളെ ആ ഈശ്വരകഥയിൽ കൂടെ കഥ കേൾക്കുന്നതോടൊപ്പം ഭഗവാനും വരുന്നുണ്ട്. അപ്പം നിസ്സാര കാര്യമാണോ കഥാശ്രവണം എന്ന് പറഞ്ഞാൽ? എന്താ വരുന്നത്? ഈശ്വരനാണ് വരുന്നത്. പ്രവിഷ്ട കൃഷ്ണ ഏതുപോലെ സലിലസ്യ ശമലം ശരത്ത്, വെള്ളത്തിൻ്റെ ചളിയെ ശരത്ത് എന്ന പോലെ ധുനോതി നശിപ്പിക്കുന്നു. ശരത്കാലം എന്ന് പറഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞ് ഉള്ള കാലം, ഹേമന്തത്തിൻ്റെ മുമ്പേ ഉള്ള കാലമാണ്. നല്ല തണുപ്പ് കാലം ഹേമന്താണ്, അതിന് മുമ്പേ ശരത്ത്. ഇപ്പം ശരത്തായാലും ഹേമന്തായാലും രണ്ട് ഋതുവിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളം വളരെയധികം തെളിഞ്ഞ് കാണാം. മഴക്കാലത്ത് എന്താ തെളിയാത്ത? കലങ്ങും. ശക്തമായിട്ട് മഴ പെയ്ത് അതീതിയൊക്കെ വരിയൊലിച്ച് വന്നാൽ വെള്ളം കലങ്ങും ഇല്ലേ? വേനൽക്കാലത്തോ വെള്ളം കുറഞ്ഞതുകൊണ്ട് ശുദ്ധി കുറയും. കലക്കൽ വെള്ളമൊക്കെ കാണാം വേനൽക്കാലത്ത്. അയ്യോ, കിണറിൻ്റെ അടിയായിട്ടോ കുറേശ്ശെ കലങ്ങലുണ്ട്. എന്താ കാരണം? വെള്ളം കുറഞ്ഞു. എന്നാൽ ഇത് രണ്ടും ഇല്ലാത്ത കാലമാണ് ഇത് ശരത്ത്, ഹേമന്തം. വെള്ളമുണ്ട്, വേനലായിട്ടില്ല, മഴയില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? തെളിയൽ കൂടും. അപ്പോൾ അതേപോലെ എന്ന് ഇവിടെ പറയുന്നത് ശരത്കാലത്തെ വെള്ളത്തിൻ്റെ തീർത്ഥം അവസ്ഥ പോലെ, ദോഷത്തെ തീർക്കുന്നത് പോലെ, ശരത്കാലത്തെ വെള്ളം തെളിഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ശുദ്ധാവും. ചെവിയിൽ കൂടെ ഈശ്വരകഥ പ്രവേശിക്കുമ്പോൾ പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാംഭാവസരോരുഹം, ഭഗവാന്റെ ഭാവസരോരുഹം, നമ്മുടെ കമലത്തെ, നമ്മുടെ ഹൃദയകമലത്തെ എല്ലാ മാലിന്യങ്ങളും കളഞ്ഞ് മുക്തമാക്കുന്നു. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാംഭാവസരോരുഹം. ഏതൊരാളുടെ ഹൃദയമാകുന്ന താമരയിലേക്കാണ് ചെവിയിൽ കൂടെ ഭഗവാന്റെ കഥ കടന്ന് പ്രവേശിക്കുന്നത്. എല്ലാ മാലിന്യങ്ങളും ധുനോതീന്ന് നശിപ്പിക്കുന്നു. മാലിന്യങ്ങൾ നശിച്ച് മനസ്സ് ശുദ്ധാവും. ധുനോദശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരക്കാലത്തെ ജലം പോലെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. അതില്ലാത്തതുകൊണ്ടാണ് എവിടെയും ഈ കൃത്രിമം, കള്ളത്തരം, സ്വാർത്ഥം ഇതൊക്കെ ഉണ്ടാവണതേ. തീർത്ഥയാത്ര പോയി എന്താ കാര്യം? ഒരു കാര്യമില്ല. അവിടെ തിരക്കി വേറൊന്നായി അങ്ങനെ ഇങ്ങനെ അവിടെ ഈ സ്വാർത്ഥമേ ഉള്ളൂ. ഭരണരംഗത്തും അവിടെ വെച്ചാൽ കള്ളത്തരങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്നുണ്ട്. അമ്പലം ഭരണം ഞാൻ പറഞ്ഞിട്ട്, മറ്റേ ഭരണം അവിടെ ഇരിക്കട്ടെ. അമ്പലത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ് നേരെ നടക്കണം? പണ്ട് പറയുന്ന ക്ഷേത്ര കമ്മിറ്റിയിൽ മെമ്പറായാലോ പ്രസിഡൻ്റ് ആയാലോ അവർക്കും അവരുടെ കുടുംബത്തിന് സുഖം ഉണ്ടാവില്ല. അയ്യോ, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പിന്നെ ആരാ ക്ഷേത്രം കൊണ്ട് നടത്തുക? ക്ഷേത്രം കൊണ്ട് നടത്തില്ലെങ്കിൽ എങ്ങനെ ക്ഷേത്രം നടക്കും? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഇരിക്കട്ടെ. അത് ചോദ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും അതിൽ ആഹിതം പ്രവൃത്തി, നമ്മുടെയൊക്കെ അനുഭവം കൂടി വെച്ചിട്ടോ ഇത് പറയണം. വെറുതെ ഇങ്ങനെ ഓരോരുത്തർക്ക് പറയണത് കേട്ട് പറയല്ല. നമ്മുടെ എനിക്കറിയില്ല, 1-2 ക്ഷേത്രങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ അധികം ആൾക്കാർക്കും ഒന്നുകിൽ ശാരീരിക അല്ലെങ്കിൽ ഭാര്യ ആദ്യം മരിക്കും. അങ്ങനെ കണ്ടിരിക്കണം. ഒരു 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 ക്ഷേത്രത്തിലെ ഞാൻ പറയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഭാര്യ മരിക്കുക, അല്ലെങ്കിൽ ഭാര്യമാർക്കാണ് അധികം കണ്ടിരിക്കണം. സ്വയം ശാരീരിക പ്രശ്നങ്ങളായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കാരണം?
അതിന് കാരണം വേറൊന്നുമല്ല, മനസ്സിലല്ല ഇത് ഈശ്വരനെ കാണുന്നത്. ഈ വേർഷനിൽ പറയുകയാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ ക്ഷേത്രത്തിലാണ് ഈശ്വരൻ, അത്രയേ അവർ കണ്ടിട്ടുള്ളൂ. ഇത് പാപമാണ്. വിഗ്രഹത്തിലാണ് ഈശ്വരൻ എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാനേ പാടില്ല എന്നാണ്. ഇപ്പം ഞാനൊരു എപ്പിസോഡ് കണ്ടല്ലോ യൂട്യൂബിൽ, ഉദിത് ചൈതന്യജി പറഞ്ഞു. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അതാ ഈശ്വരനെ തൊഴുകൂ കല്ലിലോ, ഈ കല്ലിലും വിഗ്രഹത്തിലും ആണ് ഈശ്വരൻ എന്ന് ഇങ്ങനെ പഠിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കുട്ടികൾക്ക്. തെറ്റ്. അപ്പം അതുകൊണ്ട് ചെവിയിൽ കൂടെ പ്രവേശിച്ച് ഹൃദയസരോരുഹം, ഹൃദയമാകുന്ന താമരയ്ക്ക് ഇങ്ങോട്ട് വരട്ടെ കൃഷ്ണൻ. എന്നാൽ ഈ വിഗ്രഹത്തിൽ ഓടി നടക്കേണ്ടി വരില്ല, ഉറയ്ക്കും. ഇവിടെ പറഞ്ഞു ധൗതാത്മാ പുരുഷ കൃഷ്ണപാദമൂലന്ന മുഞ്ചത്തി. ധൗതാത്മാ ശുദ്ധമായ മനസ്സോട് കൂടിയവൻ. ആത്മാ എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തി നടത്താണ്. വ്യക്തി, ഏത് വ്യക്തി? ശുദ്ധഹൃദയം ഉള്ള വ്യക്തി. പുരുഷ കൃഷ്ണപാദമൂലം ന മുഞ്ചതി. ഒരിക്കലും അവൻ്റെ മനസ്സ് ഭഗവാൻകിൽ നിന്ന് വേറെ ആവുന്നില്ല. ഉറക്കത്തിൽ അവൻ ഈശ്വരഭാവങ്ങളെ അവൻ സ്വപ്നം കാണുന്നുണ്ടാവുക. ഉണർന്നാലും ഈശ്വരകാര്യത്തെക്കുറിച്ച് ആവും ചിന്തിക്കുന്നുണ്ടാവുക. കാരണം അതല്ലാണ്ട് ഒരു ഭക്തന് വേറൊരു വിഷയം ചിന്തിക്കാനില്ല, വേറൊന്നിലും അവൻ്റെ മനസ്സ് പോവില്ല, ആസ്വാദനം കണ്ടെത്തുകയും ഇല്ല. അഥവാ കുറച്ച് കഴിഞ്ഞാൽ അപ്പം നിർത്തുന്നത്. കാരണം അവൻ അതിൽ നിൽക്കാൻ കഴിയില്ല. ഈശ്വരനോട് കൂടി അടുത്തിട്ടുള്ളൊരു ജീവന് ഭഗവാനിൽ മാത്രമേ ആനന്ദം കണ്ടെത്താൻ കഴിയും. അവിടെ നിൽക്കും, വേറെ എവിടെയും അവൻ്റെ മനസ്സ് നിൽക്കില്ല. അതാണ് കൃഷ്ണപാദമൂലം ന മുഞ്ചതി. ഇതൊക്കെ ഈശ്വരകഥയുടെ പ്രത്യേകത. കുറേ ശ്ലോകം അതിന് നീക്കി വെച്ചിരിക്കുക. എന്തിനാ പറയണത്, എന്തിനാ കേൾക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അറിയണം നമുക്കേ, വേണമല്ലോ. അതാണ് ധൗതാത്മാ ശുദ്ധമായ മനസ്സോടു കൂടിയവൻ ഭഗവത് പാദത്തിൽ നിന്ന് ഒരിക്കലും വേറെ ആകുന്നില്ല. മുക്തസർവപരി ക്ലേശപ്പാന്തസ്വശരണം യഥാ. എല്ലാ ക്ലേശത്തിൽ നിന്നും മുക്തനാവുന്നു. ഏതുപോലെ? ഒരു വഴിപോക്കൻ ഗൃഹത്തിലെത്തിയാൽ എന്ന പോലെ. നല്ല ചൂട്, കൊടയില്ല, വഴി കൂടെ നടന്ന് തളരും ഇല്ലേ, ചൂടേറ്റിട്ട് തളർന്നിട്ട് തൻ്റെ വീട്ടിലും കൂടെ എത്തിയാലോ, ഹാവൂ സമാധാനമായി. നല്ലൊരു ചാരുകസേല ഉണ്ടെങ്കിൽ ചാരിയ കിടക്കുക, വീശും ചെയ്യുക. ഫാനുണ്ടെങ്കിൽ അതിട്ടാൽ ഉള്ളൊരാശ്വാസം. വെറുതെ കസേലയിൽ കിടന്നാൽ അറിയില്ല. വഴി കൂടെ പോയി തളർന്ന് തൻ്റെ വീട്ടിലെത്തണം. പറയും ആവൂ എന്തൊരു സുഖം. അതുപോലെ പല ദിക്കിലും അലഞ്ഞ മനസ്സ് ഭഗവത് പാദത്തിലെത്തുമ്പോൾ ഒന്നും കൂടി അവിടെ ചേർക്കണം എന്ന് തോന്നുകയാണ്. പൂർവ്വപുണ്യമുള്ളവർ, അവർക്കേ തോന്നുള്ളൂ കേട്ടോ ഇതൊക്കെ, അല്ലാത്തവർക്കൊന്നും തോന്നില്ല. പൂർവ്വപുണ്യമുള്ളവർക്ക് തോന്നും ഇത് തന്നെയാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചത്, ഇത് തന്നെയാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മാവിന് വേണ്ടത് ഇതാണ് എന്ന പ്രതീതിയോടുകൂടി ആ ഭഗവത് പാദത്തിൽ ഒരു വഴിപോക്കൻ തളർന്ന് തൻ്റെ വീട്ടിലെത്തുമ്പോൾ എങ്ങനെ സ്വസ്ഥനാകുന്നുവോ, എങ്ങനെ സ്വാസ്ഥ്യം സുഖം അനുഭവിക്കുന്നുവോ, അതുപോലെ ആത്മാവ് സുഖം അനുഭവിക്കുന്ന പ്രതീതി ഉണ്ടാകുന്നു. ധൗതാത്മാ ശുദ്ധ മനസ്സുള്ളവൻ. ധൗത എന്ന കഴുകുക എന്നാണ് അർത്ഥം. മനസ്സിങ്ങനെ കഴുകി നൈർമല്യങ്ങളില്ലാണ്ട് ആവുമ്പോൾ കൃഷ്ണപാദമൂലത്തെ അത് വിട്ട് നിൽക്കില്ല. എന്നുവെച്ചാൽ അത് വളരെയേറെ അവിടുന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്, ഭഗവത് പാദത്തിൽ നിന്ന് പോകുന്നതാണ് നമ്മളൊക്കെ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഒന്നങ്ങനെ ചൂണ്ടിയാൽ അത് പിടിച്ചോളും എന്നാണ്. നമ്മുടെ മനസ്സിൽ ആ വാസന ഉണ്ടാവും അത്രേ. അതൊന്നങ്ങോട്ട് ചൂണ്ടിക്കഴിഞ്ഞാൽ അതവിടെ പിടിച്ചോളും. എല്ലാ ക്ലേശത്തിൽ നിന്നും സ്വഗൃഹത്തിൽ വഴിപോക്കനെത്തുന്ന പോലെ സമാധാനം, സുഖം, ആനന്ദം, ആശ്വാസം, ശാന്തത കണ്ടെത്തുന്നു. യഥാതുമതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യധാതുഭി യഥേച്ഛയാഹേതുനാവാ ഭവന്തോ ജാനതേ യഥാ. പരീക്ഷിക്കുന്ന ചോദ്യങ്ങളാണിതെല്ലാം. അല്ലേ സുഖമഹർഷേ ബ്രഹ്മൻ അധാതുമത, ധാതുക്കളുടെ ബന്ധമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ബന്ധമില്ലാത്ത അസ്യ ആത്മാവിന് ധാതുക്കളെ കൊണ്ടുള്ള ദേഹാരംഭ
ദേഹത്തിലുള്ള ആരംഭം എതിർച്ഛയാ അസംഗതിയായിട്ടോ ഏതുനാവോ അസംഗതിയോട് കൂടിയിട്ടോ യഥാർത്ഥമായിട്ട് ഭവാന്മാർ ജാനതയെ അറിയുന്നു. ആത്മാവ് പഞ്ചഭൂതങ്ങളുടെ സംബന്ധം ഇല്ലാത്തതാണ്. ആ ശരീരമായിട്ട് വിട്ടിട്ടാണ് ശരിക്കും ആത്മാവ് നിൽക്കുന്നത്, ബന്ധപ്പെട്ടിട്ടല്ല. എന്നിട്ടും ഈ ഭൂതങ്ങളെ കൊണ്ട് ഉള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ അതിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് എതിർച്ചയാ അങ്ങനെ ഏർപ്പെട്ടതോ അങ്ങനെ ആയിത്തീരുന്നു. യതിച്ഛയാ ഹേതുനാവ ഭവന്തോ ജാനതേ യഥാ. അസംഗതിയായിട്ടോ ഹേതുനാ സംഗതിയായിട്ടോ യഥാർത്ഥമായിട്ട് ഭവാന്മാർ അറിയുന്നു. ആത്മാവിന് ശരീരത്തോടുള്ളതായ ബന്ധം സത്യത്തിൽ ഇല്ലാത്തതാണ്. എന്നാൽ എതിർച്ഛയാ ചില കാരണത്താൽ അത് ഉള്ളതായി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിന് ശരീരമായിട്ട് ബന്ധമുണ്ട് എന്ന തെറ്റായ ധാരണ ജീവന് ചിലപ്പോൾ വരുന്നു. അതൊക്കെ ഇല്ലാതാവുക, അതാണ് കൃഷ്ണകഥ കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത് മുക്താവസ്ഥ. ഇവിടുന്ന് അങ്ങോട്ട് പറയുകയാണ്. 8ാമത്തെ ശ്ലോകം മുതൽ വിഷയത്തിലേക്ക് കിടക്കുന്നു. ഇതുവരെ ഭഗവത് കഥ കൊണ്ടുള്ള ഗുണം പറഞ്ഞു, ഒരു 8 ശ്ലോകം കൊണ്ട് 7 ശ്ലോകം കൊണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ള വിഷയങ്ങൾ. ആസീത് യതുതരാത് പത്മൻ ലോക സംസ്ഥാന ലക്ഷണം യാവാനയം വൈ പുരുഷ ഇയത്താവേ പൃഥക് താവാനസാഭിതി പ്രോക്ത സർത്ത അവയവവാനിവ. സംസ്ഥാ അവയവവാൻ ഇവ. വാന്ന് കുറയുണ്ട് കേട്ടോ അവിടെ, ഇല്ലേ? 4 വാ ഉണ്ട്. സംസ്ഥാന അവയവവാനിവ. വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. താവാൻ അസാഭിതി പ്രോക്ത സംസ്ഥ അവയവവാൻ ഇവ. അവയവം നമുക്കൊക്കെ അറിയാവുന്ന വാക്കാണ് അവയവം. ആ അവയവം ഉള്ള ആളാണ് അവയവവാൻ. അവയവവാൻ ഇവ അതേപോലെ. സംസ്ഥ അവയവവാൻ 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 ഇവ. ഏതൊരു ഭഗവാന്റെ ഉള്ളിൽ നിന്ന്, ജഠരത്തിൽ നിന്ന് 3 ലോകവും ഉണ്ടായി. 3 ലോകം എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകമാണ്. എന്താ അത്? 3 ലോകം എന്ന് പറഞ്ഞാൽ അധോലോകങ്ങൾ 7 എണ്ണം കൂടി 1, ഇപ്പം 7 ആയില്ലേ? ഭൂമി ലോകം 7 1 8 ആയില്ലേ? അവിടുന്ന് മേപ്പെട്ടുള്ള 6 8 64 ആയില്ലേ? അവിടെ 3 ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകമാണ്. അധോലോകങ്ങളെല്ലാം കൂടി 7 പ്ലസ് ഭൂമി 8 പ്ലസ് ഊർധ്വലോകം, അങ്ങനെയാണ് കണക്കാക്കുന്നത്. അവയവവാൻ. അപ്പോൾ ആ ലോകങ്ങൾ ഏതൊരു ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്? ഭാവിയിൽ ഇനി പറയുന്നുണ്ട്. 6 അധോലോകങ്ങളാണ് ഭൂമി, 7 ഊർധ്വലോകങ്ങളാണ് തുണ. അങ്ങനെ 7 3 ലോകങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. 7 ഊർധ്വലോകവും 1 ഭൂമി ലോകവും 6 അധോലോകവും. അതല വിതല തുതല മഹാതല രഥാതല പാതാളങ്ങളാണ് അധോലോകങ്ങൾ. 6 + 1 + 7. ഏതൊരു ഭഗവാനിൽ നിന്നും ഉണ്ടായോ അത്രയും അവയവങ്ങൾ ആകൃതി ഉള്ളവൻ എന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയായാൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്ത് ഭേദം എന്ന് അറിയത്തക്കവണ്ണം പറയണം എന്നർത്ഥം. ഇയത്താവയവൈ, ഇത്രയെന്നുള്ള അവയവങ്ങളാൽ അയം പുരുഷ, ഈ പുരുഷൻ, യാവാൻ, എത്രമാത്രമുള്ളവൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നുവോ, ലോകങ്ങളുടെ ആ ഒരു വിന്യാസമാകുന്ന ലക്ഷണങ്ങളോട് കൂടിയ പത്മം, താമര, അത് ഭഗവാന്റെ അവയവത്തിൽ നിന്നുണ്ടായി. ആസീത് രുദരാത് പത്മം, ആ താമരയിലാണ് ബ്രഹ്മാവുണ്ടായി.
തുടർന്ന് ഈ ലോകം ഉണ്ടായത്. അങ്ങനെ സൃഷ്ടിയെ പറഞ്ഞു എന്ന് മാത്രം. അവയവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നേരത്തെ. ഏതൊക്കെ അവയവങ്ങൾ? കാല്, പാദം, പുറവടി, അതുപോലെ തന്നെ കണങ്കാല്, ഇങ്ങനെ പറഞ്ഞു. 14 ലോകങ്ങളും ഏതൊരു ഭഗവാന്റെ അവയവങ്ങളായിട്ട് പറഞ്ഞു. ശിരസ്സാണ് ബ്രഹ്മലോകം. അങ്ങനെ അതാണ് അവയവവാനിവ. അജസ്ത്രിജതി ഭൂതാനി ഭൂതാത്മാ യദനുഗ്രഹാൽ തദൃശേ ഏന തദ്രൂപം നാഭിപത്മസമുദ്ഭവ. നാഭിപത്മസമുദ്ഭവ, നാഭികമലത്തിൽ നിന്നുണ്ടായവനും ഭൂതാത്മാ, ഭൂതങ്ങളുടെ ആത്മാവുമായ അജഹ, ബ്രഹ്മാവ്. പരീക്ഷിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ. എല്ലാ ജീവജാലങ്ങളിലും സൃഷ്ടി ഏതൊരു ബ്രഹ്മാവിൽ നിന്നുണ്ടായി, ഏതൊരാളിൽ നിന്നുണ്ടായി? ആ ബ്രഹ്മാവ്. ഏതനുഗ്രഹാർ, ഏതൊരു ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടി നടത്തി. ആരുടെയാ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇല്ലാത്രയല്ലേ ഉള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ സങ്കല്പം കൊണ്ടുമാണ് ലോകത്തിൽ എല്ലാവരും എന്തും ചെയ്യുന്നത്. അല്ലാണ്ട് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബ്രഹ്മാവ് തെറ്റിച്ചു വെച്ചാലോ? ആ സൃഷ്ടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടത്തി. അജസ്ത്രിജതി ഭൂതാനി ഭൂതാത്മാ യദനുഗ്രഹാൻ. ഭൂതാത്മാവായിരിക്കുന്ന ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് എന്നർത്ഥമാണ് ഭൂതാത്മാ. ഭൂതാത്മാ, ഭൂതഭാവന, സൃഷ്ടാവ്, എല്ലാ ഭൂതങ്ങളുടെയും അന്തര്യാമിയായിട്ട ബ്രഹ്മാവ്. നമ്മുടെ ഈശ്വരത്വം കൽപ്പിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതൊരു ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടി നടത്തിയോ? ദൃശേ ഏന തദ്രൂപം നാഭി പത്മസമുദ്ഭവ. നാഭി കമലത്തിൽ നിന്നാണ് ഉണ്ടായത്. വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്നാണ് ഉണ്ടായത്. അവൻ്റെ രൂപം കാണപ്പെട്ടു. ആ ബ്രഹ്മാവാണ് ഭഗവാന്റെ നാഭിപത്മത്തിൽ നിന്നുണ്ടായത്. സചാപി എത്ര പുരുഷോ വിശ്വസ്തിഭവാപ്യയ. മുക്താത്മമായാം മായേശ ശേദേ സർവഗുഹാശയ. വിശ്വസ്തിഭവാപ്യയ, വിശ്വത്തിൻ്റെ സ്ഥിതിയും ഉദ്ഭവവും നാശവും ഇരിക്കുന്നുവോ? ആരിൽ ഇരിക്കുന്നുവോ? മായേച്ച, മായയുടെ ഈശ്വരനും സർവഗുഹാശയ, സകല മനോഹങ്ങളെ ശയിക്കുന്നവനുമായ പുരുഷൻ്റെ ആത്മമായാം, തൻ്റെ മായയെ വെടിഞ്ഞിട്ട് അവിടെ ശയിക്കുന്നു. ഭഗവാൻ സർവശക്തനാണ്, എല്ലാറ്റിൻ്റെയും മൂലകാരണമാണ്. ആ മൂലകാരണമായിരിക്കുന്ന ഭഗവാൻ എല്ലാ മായയിൽ നിന്നും മുക്തനായി അന്തര്യാമിയായി ശയിക്കുന്നു. ഭാഗത്ത് കിടക്കുക, യാതൊരു ചലനവുമില്ല, മായയ്ക്കതീതനായി കിടക്കുന്നു. സ ഭഗവാൻ, അവൻ അർത്ഥം. സ ചാപി, ആ ഭഗവാനാകട്ടെ, എത്ര പുരുഷോ വിശ്വസ്തിത്വഭാപ്യയ, ലോകത്തിൻ്റെ ഉൽപ്പത്തിയും നാശവും സ്ഥിതിയും ഏതൊരാളിലിരിക്കുന്നു. അവൻ എങ്ങനെ കിടക്കുന്നു? സർവഗുഹാശയ, സർവാന്തര്യാമിയായിട്ട് യാതൊന്നിലും ബന്ധമില്ലാതെ പരമസുഖം അനുഭവിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ മായയ്ക്ക് അതീതമായി ശയിക്കുന്നു വിഷ്ണു ഭഗവാൻ. പുരുഷാവയവ ലോകാ സപാല പൂർവകൽപ്പിത ലോകേന മുഷ്യാവയവ സപാരേ ഇരുശുശ്രുമ. പുരുഷാവയവി, പുരുഷൻ്റെ അവയവങ്ങളാൽ. കൈകളൊക്കെ ഇന്ദ്രനാണ്, കാലൊക്കെ ഉപേന്ദ്രനാണ്, കണ്ണ് സൂര്യൻ, ഇങ്ങനെയുള്ള അവയവങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുരുഷാവയവേഹി, പുരുഷൻ്റെ അവയവങ്ങളാൽ, അവയവങ്ങളാൽ. സപാല, ദിക്പാലന്മാരോട് കൂടിയ ലോകങ്ങൾ. ലോകത്തെ രക്ഷിക്കുന്നത് ആരാണ്? ദിക്പാലന്മാരാണ്. ആരൊക്കെ ദിക്പാലന്മാർ? 8 ദിക്കുകളുണ്ട്. കിഴക്ക് ഇന്ദ്രൻ, അതിൻ്റെ അപ്പുറത്തെ കോണ് വന്നി കോൺ, അഗ്നി. തെക്ക് പിതൃപതി, അതായത് പിതൃക്കൾ, യമൻ. അതിൻ്റെ അപ്പുറത്ത് നിരുതി. തെക്ക് പടിഞ്ഞാറേ കോൺ നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് നിരുതിയാണ്. അവിടുത്തെ ഒരു അസുരനാണെന്നാണ് പറയപ്പെടുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് വരുണൻ, സമുദ്രമാണല്ലോ. വായു കോണാണ് അടുത്ത കോണ്. പിന്നെ വടക്ക് ദിക്ക് കുബേരൻ, ഈശാന കോണ് വടക്കും കിഴക്കും. ഇതിനാണ് 8 ദിക്പാലകന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന ലോകം. ലോക പൂർവകൽപ്പിത സപാലൈ, ദിക്പാലന്മാരോട് കൂടിയും ലോകൈഹി, ലോകങ്ങളാൽ ഇവൻ്റെ അവയവങ്ങൾ കൽപ്പിതങ്ങളായി എന്നും കേൾക്കുന്നു.
ദിക്പാലന്മാരോട് കൂടിയതായിട്ടുള്ള ലോകങ്ങൾ, 8 ദിക്കിലെ അഷ്ടദിക്പാലന്മാരാൽ രക്ഷിക്കപ്പെടുന്ന ഈ ലോകം ഭഗവാന്റെ അവയവങ്ങളാണ് എന്നും ദിക്പാലന്മാരോട് കൂടിയതാണ് എന്നും പറയുന്നു. യാവാൻ കൽപ്പോ വികൽപ്പോ വായതാ കാലോനുമീയതേ ഭൂതഭവ്യ ഭവശബ്ദ ആയുർമാനഞ്ച യത്സത. ഭഗവാൻ ഈ ലോകം മുഴുവൻ രക്ഷിക്കുന്നു. ഭഗവാനിൽ നിന്ന് ഉണ്ടായി, ബ്രഹ്മാവ് ഉണ്ടായിട്ടാണ് സൃഷ്ടി ഉണ്ടായത്. ലോകപാലന്മാരോട് കൂടിയതാണ് എന്നാണ് പറഞ്ഞു വെച്ചത് അഷ്ടദിക്പാലന്മാർ. മഹാപ്രളയം ഉണ്ടാകുമ്പോൾ അവാന്തര പലതരത്തിലുള്ള പ്രളയങ്ങളുണ്ട്. പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂതം ഭവ്യൻ ഭവത്ത്, കാലത്തിൻ്റെ സ്വരൂപം 3 എണ്ണമാണ്. ഒന്ന് കഴിഞ്ഞത്, ഒന്ന് വരാൻ പോണത്, ഒന്ന് ഇപ്പോൾ ഉള്ളത്. കാര്യത്തിൻ്റെ ആയുസ്സിൻ്റെ കണക്കും ചെയ്യപ്പെടുന്നു. കാലം എന്ന് പറയുന്നതും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞു പോയത്, വരാൻ പോണത്, ഇപ്പോൾ ഉള്ളത് എന്നീ കാലഗണന ഈ ലോകത്തിൽ വന്നത്. എല്ലാം ഈശ്വരനിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ കാലവും ഈശ്വരനിൽ നിന്നുണ്ടായതാണ്. കാലസ്വരൂപനാണ് ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.